ഹായ്, എല്ലാവർക്കും കോമ്പറ്റീഷൻ ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരച്ചത് ഒരു ട്രീയുടെ ചിത്രമാണ്. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു വീടാണ്. വീടെന്നോ അല്ലെങ്കിൽ ഒരു കുടിലെന്നോ ഒക്കെ പറയാം. വളരെ ചെറിയ കാരണം അത് വരയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന സമയത്ത് അവിടെ നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വീടാണത്. അപ്പോൾ അത് സ്കെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായി സ്കെച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള വീടുകൾ വരയ്ക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ജനലുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇത്തരം വീടുകൾ കാണാൻ വളരെ കുറവാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ നമുക്ക് കുറച്ചുകൂടി ഇത്തരം വീടുകളൊക്കെ വളരെ സാധാരണഗതിയിൽ നമുക്ക് ആളുകൾ താമസിക്കുന്ന വീടുകൾ തന്നെ കാണാൻ പറ്റും. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ യെല്ലോ എടുത്ത് വെച്ചു, ഗാംബേജി യെല്ലോ എടുത്ത് വെച്ചു, അതുപോലെ സ്കാർലറ്റ് റെഡ് എടുത്ത് വെച്ചു, ബേൺസീൻ എടുത്ത് വെച്ചു, പ്രഷ്യൻ ബ്ലൂ എടുത്ത് വെച്ചു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, ലാസ്റ്റ് നമുക്ക് ചെയ്യുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ലെയർ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം, കാരണം കൂടുതൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നോ രണ്ടോ ടോണുകൾ എന്നാണ് പറയുക. ഫസ്റ്റ് ടോണ്, സെക്കൻഡ് ടോണ്, തേർഡ് ടോണ്, ആ രീതിയിലാണ് നമ്മളത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓട് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാർലറ്റിൻ്റെ റെഡിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗാംബേജ് എല്ലാം കൂടി ചേർക്കുന്നുണ്ട്. ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് കാരണം കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഓടിൻ്റെ അപ്പുറത്തെ വശം, അതായത് അവിടെ വെളിച്ചം എത്തുന്നത് കുറവായിരിക്കും. കാരണം ആ ഭാഗത്തു നിന്നാണ് നമ്മളിതിന് വെളിച്ചം കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്കാർലറ്റിൻ്റെ കൂടെ കുറച്ച് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ആയിട്ടുള്ളൊരു കളറാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ഇപ്പുറത്ത് ചെയ്ത ഓടിൻ്റെ നിറമല്ല അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ വെളിച്ചം കുറഞ്ഞ ഒരു ഏരിയ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണത്. അത്ര ഡീപ്പായിട്ടുള്ള കളറ്, ഏതാണ്ടൊരു വയലറ്റിൻ്റെ അടുത്തുള്ളൊരു കളറ് നമ്മളവിടെ കൊടുക്കുന്നത്. കൃത്യമായി ക്ലിയർ ചെയ്ത് അതിന് വേറെ മറ്റു പണികളൊന്നും അവിടെ കൂടുതലില്ലാത്ത രീതിയിൽ അത് ടോൺ വാഷ് ചെയ്ത് വെക്കുക. കൃത്യമായി ശ്രദ്ധയോട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വാട്ടർ കളറിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും കേട് വന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്യൽ അത്ര എളുപ്പമല്ല. ഇനി നമ്മൾ വീടിൻ്റെ രണ്ട് വശങ്ങളുണ്ട് അല്ലേ, നമ്മൾ രണ്ട് സൈഡ് കാണുന്നുണ്ട്. ഒരു ഭാഗം വെളിച്ചം തട്ടുന്ന ഭാഗമാണ് കൂടുതലായിട്ട്, ഒരു ഭാഗം അത്ര വെളിച്ചം എത്താത്ത ഭാഗമാണ്. അപ്പോൾ ആ വെളിച്ചം എത്താത്ത ഭാഗത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ബ്ലൂവും സ്കാർലറ്റ് റെഡും വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്ലൂവിൻ്റെ അളവ് കൂടുതലെടുക്കുകയും സ്കാർലറ്റിൻ്റെ അളവ് കുറച്ചെടുക്കുകയും ചെയ്തതിന് ശേഷം അവിടെ ആ ഏരിയ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കളറ് കൃത്യമായി വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഇപ്പുറത്തെ സൈഡിൽ ആ വൈറ്റ് പാച്ച് അങ്ങനെ ഇവിടെയും അവിടെ ആവശ്യമായ നിഴൽ മാത്രം വെക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഷെയ്ഡിങ് പരിപാടി അവിടെ ഫിനിഷ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു ഓടിൻ്റെ ഷെയ്ഡ് ആ ചുമരിലേക്ക് തട്ടിയും അതിൻ്റെ ചുമരിലേക്ക് ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത അതേ ടോണിലേക്ക് കുറച്ചുകൂടിയും സ്കാലറ്റ് റെഡ് കൂടുതൽ മിക്സ് ചെയ്ത് കുറച്ച് വയലറ്റിൻ്റെ ടോണിലേക്ക് എത്തിക്കുകയും ഇനി ആവശ്യമായ ഷേഡോ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാസ്റ്റ് ഷേഡോ, ആ ഓടിൻ്റെ കാസ്റ്റ് ഷേഡോ ചുമരിൽ തട്ടിയതായിട്ടും അതിൻ്റെ ഉൾഭാഗത്തേക്ക് കാണിക്കുന്ന രീതിയിലുള്ള ഭാഗത്തിനെ നമ്മൾ ആ ടോണ് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ഡാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം എത്തുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം നമുക്ക് അത് വളരെ പ്ലെയിനായിട്ട് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആലോചനയിലേക്കൊന്നും പോകുന്നില്ല, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരു സിംഗിൾ വാഷാണ് ചെയ്യുന്നത്. ആ ഏരിയ ഏതാണ്ട് കംപ്ലീറ്റായി ആ ടോണ് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഷേഡോ കുറച്ചൊന്ന് ലയിപ്പിച്ച് വളരെ ലൈറ്റായിട്ടൊന്ന് ബ്രഷ് നനച്ച് അവിടെ ജസ്റ്റ് അതിനെ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഓടിൻ്റെ മുകളിലാണ്. ഓടെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചില ലൈൻസാണ് ഉപയോഗിക്കുന്നത്. കൃത്യമായ ലൈൻസ് അല്ല, അത് കുറച്ചൊരു വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ കുറച്ചൊരു വിറയ്ക്കുന്ന രീതിയിലുള്ള ലൈൻസാണ്. അത് നേരത്തെ സ്കാർലറ്റ് റെഡിൻ്റെ അകത്തേക്ക് കുറച്ച് ബേൺസീന മിക്സ് ചെയ്തിട്ട് ആ ടോണാണ് നമ്മൾ ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഈ വീഡിയോകളൊന്നും തന്നെ ഒട്ടും സ്പീഡാക്കുന്നില്ല. ചെയ്ത ആ സ്പീഡ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം അത് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണത് അങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണുക തന്നെ ചെയ്യുക. ഒരു ക്ലാസ് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണാം. ഇനി വരയ്ക്കാൻ പോകുന്നത് ഓടിൻ്റെ ക്രോസ് ആയിട്ടുള്ള വരകളാണ്. ആ വരകൾ വരയ്ക്കുമ്പോൾ നമ്മളെ ഈ റൂഫ് വരച്ച ആ ചരിവിനെ കീപ്പ് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. നേരെ കുത്തനെ വരയ്ക്കാൻ പാടില്ല. നേരെ കുത്തനെ വെച്ചാൽ കല്ല് അട്ടി വെച്ചതുപോലെയാണ് ഫീൽ ചെയ്യുക. അത് കൃത്യമായ ആ ചരിവ് നമ്മളെ ഓടിൻ്റെ ടോട്ടൽ റൂഫിൻ്റെ ആ ഒരു ചരിവിൻ്റെ പാരലായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഏതാണ്ട് ഓടിൻ്റെ ആ ഏരിയ ഫിനിഷ് ചെയ്തു. ഡാർക്ക് വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഡാർക്ക് വെക്കുമ്പോഴാണത് ചിത്രത്തിൻ്റെ ക്ലാരിറ്റി വർദ്ധിക്കുന്നത്. സ്കാർലറ്റ് റെഡും അതുപോലെ പ്രഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളറുണ്ടാക്കി. അത് ഏറ്റവും ഡാർക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചു കൊടുത്തു. അതുപോലെ ആ ജനലിൻ്റെ ഭാഗം 3 വര വരയ്ക്കുമ്പോൾ തന്നെ അത് ഫീലായി.
ഉള്ളിലത്തെ ഭാഗം കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണിലേക്ക് മാറ്റുകയാണ്. അവിടെ ഒരു ചെറിയ കലണ്ടറോ കണ്ണാടിയോ വെച്ചതുപോലെ ഒരു ചെറിയൊരു സ്ക്വയർ വരച്ചു കൊടുത്തു. ഇപ്പോൾ ഈ സൈഡിലുള്ള ഒരു ജനൽ വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ കൃത്യമായ ലൈറ്റിംഗ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഒരു സൈഡിലേക്ക് നല്ല ഡാർക്കും ഒരു സൈഡിലേക്ക് നല്ല ലൈറ്റിങ്ങും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രത്തിൻ്റെ ഡെപ്ത്ത് പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ പട്ടിയൊക്കെ വരയ്ക്കുമ്പം ഒരു ഓടിൻ്റെ കാണുന്ന ഭാഗമാണത്. അത് വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വരയ്ക്കണം. അതിൻ്റെ നമ്മൾ ആ റൂഫ് വരച്ച് അതിൻ്റെ പാരലായിട്ട് തന്നെ അതിനെ വരയ്ക്കണം. അത് ചരിഞ്ഞും ഒന്നും പോകാൻ പാടില്ല. അത് നിങ്ങൾ സ്കെച്ച് ചെയ്യുന്ന സമയത്തുള്ള ആ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഇനി തറയുടെ ഭാഗം കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ യൂസ് ചെയ്ത് ചെയ്യാണ്. മുകളിലത്തെ ഭാഗം കൃത്യമായി അടിയിലത്തത് അത്ര കൃത്യത അല്ലാതാണ് ചെയ്യുന്നത്. കാരണം നിലത്ത് മണ്ണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ചില സംഗതികളൊക്കെ കൃത്യമായിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഇനി നോക്കുക, ആ സ്റ്റെപ്പ് വരയ്ക്കുന്നത് വെറും 2 വരകളാണ്. അതിൻ്റെ സ്റ്റെപ്പ് ഫീൽ ചെയ്യാൻ കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈറ്റ് കൃത്യമായി ഒഴിവാക്കി ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള തറ വരയ്ക്കുമ്പോൾ കളറിന് ലേശം ഒന്ന് ലൈറ്റ് ആക്കുന്നുണ്ട്. ഒരുപാടല്ല, വളരെ നേരിയ തോതിലൊന്ന് ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടി അത് മറ്റേ അയറയുടെ ഷെയ്ഡ് ഒന്നുകൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഏതാണ്ട് ആ ഏരിയയുടെ കാര്യം പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെയ്യാം. അതിന് നമ്മൾ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് ലൈറ്റായിട്ട് അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പെൻസിലിൻ്റെ വര മാത്രം നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കളർ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഈ കളർ വെക്കുന്നതോടുകൂടി അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ തുടങ്ങും. ഇങ്ങനെയാണ് ആ ഒരു ചിത്രത്തിൻ്റെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് ബാക്കിൽ നിൽക്കുന്ന കളറാണ് അല്ലെങ്കിൽ ഷെയ്ഡാണ് നമ്മളെ കാഴ്ചയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ വരകളല്ല കാണുന്നത്. നമ്മൾ ഒറിജിനൽ കാഴ്ചയിൽ നമുക്ക് ഒരിക്കലും വര കാണാനാവില്ല. ഒരു വീട് കാണുമ്പോൾ ആ വീടിൻ്റെ മുകളിൽ വര കാണുന്നില്ലല്ലോ നമ്മൾ. ഇതുപോലുള്ള കളർ വേരിയേഷനാണ് നമുക്ക് വരയായിട്ട് തോന്നിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ ലൈൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫ്ലോർ ചെറുങ്ങനെ നിഴൽ വരുന്ന ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ കളർ മൊത്തം ടോൺ വാഷ് ചെയ്യുകയും ആ നിഴൽ വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതാണ്ട് ചിത്രം കംപ്ലീറ്റായി. ആകാശമൊന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഈ വീട് മാത്രം നിങ്ങൾ വരച്ച് നോക്കുക. ഈ വീടും മരവും മിക്സ് ചെയ്ത് എങ്ങനെയാണുള്ളത് വരയ്ക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ആദ്യം ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി നോക്കി വരച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഫാസ്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കുക. ചില ഇതുപോലുള്ള സാധനങ്ങൾ, ഈ കല്ലിൻ്റെ സിമെൻറ്റ് പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഏഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഈ ചിത്രം കംപ്ലീറ്റായി. അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.